ഹലോ, എൻ്റെ തലമുടി 38 വയസ്സിൽ ഭൂരിഭാഗവും കൊഴിഞ്ഞു പോയതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയാണ്, ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ കൊഴിഞ്ഞു പോയ തലമുടി തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ആ തുടക്കത്തിൽ ഞാൻ ഹെയർ റീഗ്രോത്ത് ജേണിയുടെ തുടക്കത്തിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഹെയർ സെറമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു വെജിറ്റബിളിന്റെ നീരാണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും പേര് ഇത് തലമുടി വളരുമെന്ന് പറഞ്ഞ് അങ്ങ് ചെറുപറാന്ന് യൂസ് ചെയ്യുവാണ് കേട്ടോ. ഇത് ശരിയായ രീതിയിലാണോ യൂസ് ചെയ്യേണ്ടത്, ഇതിലെന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കണോ എന്നൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മളെല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഒഴിച്ചുവിടാനാവാത്ത സവാളയാണ് താരം. അപ്പോൾ ഉള്ളിനീരിനൊരു രൂക്ഷ ഗന്ധമുണ്ട്. ചിലർക്കിത് ഇഷ്ടമാവില്ല. മാത്രമല്ല, ഇത് തലയിൽ തേക്കുമ്പോൾ തലവേദന അനുഭവപ്പെടാനോ അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉള്ളിനീരിന്റെ വീര്യം കുറയ്ക്കുവാനും എന്നാൽ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കുവാനും സഹായിക്കും. തലമുടിക്ക് നല്ല തിളക്കവും മിനുസവും നൽകുവാനും സ്കാൽപ്പിലെയും തലമുടിയുടെയും ഒക്കെ ഈർപ്പം ബാലൻസ് ചെയ്യുവാനും ഈ കറ്റാർവാഴ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും സവാള എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിനീരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കാതെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളിനീര് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സവാളയുടെ പുറത്തുള്ള കറുത്ത തൊലികളോ കറുത്ത പാടുകളോ അഴുക്കുകളോ ഒക്കെ നല്ല രീതിയിൽ നീക്കം ചെയ്ത് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കറ്റാർവാഴയും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിൽ നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നീര് വേർതിരിച്ചെടുത്തു. അപ്പോൾ ഈ നീരിപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കറ്റാർവാഴയുടെ ജെല്ലുമായിട്ടാണ് ഡൈല്യൂട്ട് ആയിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള ഫില്ലർ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. തലമുടി വളരാനായിട്ട് കൊളാജൻ എന്ന പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഉള്ളിനീരിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ കൂടി ഉള്ളിനീരിലുണ്ട്. ഇത് സ്കാൽപ്പിലെ താരൻ, ചൊറിച്ചിൽ, അണുബാധ എന്നിവയൊക്കെ പരിഹരിക്കും. അതുപോലെ തന്നെ കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ് തലമുടിയുടെ പുറംപാളി. അപ്പോൾ ഇതിന് കേടുണ്ടായാലും തലമുടി പൊട്ടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്, കൊഴിഞ്ഞു പോകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കെരാറ്റിനെ സംരക്ഷിക്കാനും ഉള്ളിനീര് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിനീര് തലമുടി വളരാൻ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മാസത്തിൽ 3 പ്രാവശ്യമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഉപയോഗിച്ചപ്പോൾ ഒരു 4-5 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ അത് ഉപയോഗിച്ചില്ല, ഫ്രഷ് ആയിട്ട് തലമുടി വെച്ചു. അപ്പോൾ നിങ്ങൾ അമിതമായിട്ട് തലമുടി കൊഴിയുന്നവരാണെങ്കിൽ ഉള്ളിനീര് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തലമുടിയൊക്കെ വളർന്നതിന് ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉള്ളിനീര് ഉപയോഗിക്കുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോഗ്യസ്ഥിതിയും നിങ്ങളുടെ ശാരീരിക സ്ഥിതി അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഉള്ളിനീര് പ്രയോഗിക്കുക. ഞാൻ എൻ്റെ തലമുടി വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ തുടക്കകാലത്താണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഉള്ളിനീര് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പതിയെ എൻ്റെ തലമുടി വളരുവാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ കൂടി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.